എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലൈവിലൊക്കെ വന്ന് ഓരോന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണ് എത്രയെന്ന് പറഞ്ഞാൽ അത് കേട്ടോണ്ടിരിക്കുക. അതിൻ്റെ മറുപടി നല്ല കൊടുത്തു. നമസ്കാരം. ഒരു പരമ ചെറ്റയുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. എടി അന്നസുതി കുറെ പയറുമണിയുടെ ഡി പി ഇടാതെ നീ ഒരു തള്ളച്ചി നീ നിന്റെ ഡി പി ഇടേ തള്ളേ മുതുക്കി തള്ളേ. എടി ഞാൻ തള്ളയാണെ നീ ഇടേ തള്ളേ മുതുക്കി തള്ളേ. എടി ഞാൻ തള്ളയാണെ നീ മുതുക്കിന്റെ മുതുക്കടിച്ച തള്ളയല്ലേടി നടക്കുന്ന വൃത്തികെട്ട നാറി. നീ പൊടി പിന്നല്ലാതെ ഇവനൊക്കെ ചീത്ത വിളിക്കുന്ന കേട്ടിരിക്കാൻ ഞാനാരാ മദർ തെരേസയോ? പോകാൻ പറ. എന്റെ വായിൽ എന്റെ ലൈവിൽ വന്ന് എന്നെ ചീത്ത വിളിച്ച പോടാ. നീ നിന്റെ വീട്ടിൽ ചെന്ന് വിളിക്കടാ. ആ തെറി നിന്റെ വീട്ടിൽ ചെന്ന് വിളിക്കടാ. ആർക്ക് വേണം വലിഞ്ഞേറി വന്നേക്കുന്ന അങ്ങോട്ട് എൻ്റെ കൺമുമ്പിൽ എങ്ങനെ വന്ന് നീ പെട്ടുപോയാൽ നിന്നെ ഞാൻ ഞാൻ തൂറി എറിയും നിന്നെ. എടാ ഇതൊന്നും വിളിക്കാൻ എനിക്ക് അറിയാത്തോണ്ടല്ല. നിന്റെ സംസ്കാരമല്ല എന്റെ സംസ്കാരം. വീട്ടിൽ ചെന്ന് വിളിച്ചോ. എന്റെ മുന്നിൽ വന്നിരുന്നെങ്കിൽ നീ വിളിച്ചോ. എന്റെ കുറ്റി അടിച്ചാൻ പൊട്ടിച്ചേനെ. നീ ഇത്രയും പറഞ്ഞിട്ട് സോറി ചേച്ചിയോ? നീ പോലീസുകാരന്റെ പ്രൊഫൈൽ ഇട്ടിട്ട് നീ സോറി ചേച്ചിയോ? ഒരു മുതുക്കൻ എന്നെ കയറി ചേച്ചിന്ന് വിളിക്കുന്നത്. മുതുക്കൻ നീ ഒരു അപ്പച്ചനാണ്. നീ എന്നെ കയറി ചേച്ചിന്ന് വിളിക്കേണ്ട കാര്യമില്ല. മുതുക്ക തെറി മുന്നേ വിളിച്ചിട്ട് തെറി വിളിച്ച എന്നെ തിരിച്ച് നല്ല വർത്താനം പറയാം. എല്ലാവരും എന്നെ തെറി വിളിച്ചാൽ എനിക്കെന്നാ പോയി ഛർദിക്കടാ മാറി. ആമി താങ്ക് യു. എടാ പോടാ എന്റെ ലൈവിൽ വരാതെ. പോടാ 17 മണിമുറ്റത്ത് മയൂര നൃത്തം ചവിട്ടുന്ന യുവസുന്ദരി പോടാ പോലീസുകാരന്റെ പ്രൊഫൈല് വെച്ചവനെ. ഞാൻ മാത്രമല്ല അവരെല്ലാവരും. പോടാ പോലീസുകാരന്റെ പ്രൊഫൈല് വെച്ചവനെ. ഞാൻ മാത്രമല്ല അവരെല്ലാവരും. നീ ആരാടാ എന്നെ പൊടിന്ന് വിളിക്കാൻ? പോടാ പട്ടി തെണ്ടി ചെറ്റെ നായിന്റെ മോനെ. പൂക്കുട്ടി വിളിച്ച് നിന്റെ വീട്ടിൽ പോയി വിളിക്കും. എടാ ഇവള് നമ്മളെക്കാളും താറേടാമാരെ പോലും നാണിപ്പിച്ചുകൊണ്ട് പങ്കജാക്ഷി ഇതാ നിങ്ങളുടെ മുന്നിൽ എത്തുന്നു. ഉർവശി മേനക രംഭ തിലോത്തമമാരെ പുറങ്കാലം കൊണ്ട് തൊഴിച്ച് പുറത്താക്കുന്ന അപ്സരകന്യക ഈശ്വരാ, പാവത്തുങ്ങൾക്ക് ഇങ്ങനെ സൗന്ദര്യം തരല്ലേ. അഭിനയിക്കുന്നല്ലേ? സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചതാ. സീലിംഗ് ബ്യൂട്ടി എല്ലാരും വിളിച്ചിരുന്നത്. കണ്ടാലും തോന്നുന്നു. മറ്റവനെ എടാ ഇവള് നമ്മളെക്കാളും താറേടാ. പൂക്കുട്ടി വിളിച്ച് നിന്റെ വീട്ടിൽ പോയി വിളിക്കടാ മറ്റവനെ. ദൈവമേ മൂർഖനെയാണല്ലോ ചവിട്ടിയത്. എന്റെ വായിൽ എന്റെ ലൈവില് വന്ന് എന്നെ ചീത്ത വിളിച്ച ഇനി നിന്നെ എങ്ങനെ എന്റെ വീടിന്റെ ഏരിയ എനിക്ക് അറിയാത്തോണ്ടല്ല. നിന്റെ സംസ്കാരമല്ല എന്റെ സംസ്കാരം. തന്നെ മൂച്ചേട്ടെ ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ തുണി പൊക്കി കാണിക്കും. വീട്ടിൽ ചെന്ന് വിളിച്ചോ. എന്റെ മുന്നിൽ വന്നിരുന്നെങ്കിൽ നീ വിളിച്ചോ. എന്റെ കുറ്റി അടിച്ചാൻ പൊട്ടിച്ചേനെ. നിന്നെ എന്റെ അടുത്തിരുന്ന് കണ്ട നിന്റെ ചെവിക്കനും അടിച്ച് ഞാൻ പൊട്ടിച്ചേനെ. പട്ടി നാറി. നിന്റെ അടുത്ത് ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്നു? ഞാൻ നിന്റെ വീട്ടിനകത്ത് വന്നോ? നിന്റെ കുടുംബത്തിൽ കയറി വന്നോ? ഇല്ലല്ലോ.